രാഷ്ട്രപിതാവിന്റെ സ്മരണകൾ ഉയർത്തിപ്പിടിച്ച് ഈ വർഷത്തെ തിരുനാവായ സർവോദയ മേളയ്ക്ക് തുടക്കമായി. ഗാന്ധിജിയുടെ ചിതാഭസ്മ നിമജ്ജനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഭാരതപ്പുഴയോരത്തെ ശാന്തികുടീരത്തിൽ വർഷം തോറും സർവോദയ മേള സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ ചിതാഭസ്മം നിളയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നിമജ്ജനം ചെയ്തതിന്റെ ഓർമ്മകളുമായാണ് വർഷം തോറും തിരുനാവായ സർവോദയമേള നടക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ കർമ്മമേഖലയായ തവനൂർ ശാന്തികുടീരത്തിലാണ് മേള നടന്നുവരുന്നത്. കെ കേളപ്പന്റെ ശ്രമഫലമായാണ് ഭാരതപ്പുഴയിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയത്. ഈ ചടങ്ങിന് ശേഷം കേളപ്പനാണ് സർവോദയമേളയ്ക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ 77 വർഷമായി സർവോദയമേള മുടക്കമില്ലാതെ തുടരുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് സംഘാടകരുടെ പരാതി. വർത്തമാനകാല ഇന്ത്യയിൽ വലിയ പ്രസക്തിയുള്ളൊരു മേളയായിട്ട് സർവോദയ മേള മാറുകയാണ്. ലോകം മുഴുവൻ ഗാന്ധിയൻ ദർശനങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാടിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സർക്കാർ മേഖലയിൽ ഇതിന് കൂടുതൽ പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഈ മേള ലോകത്തുടനീളം ശ്രദ്ധ ലഭിക്കുന്ന തരത്തിലേക്ക് രാജ്യാന്തര ഒരു പ്രശസ്തി കിട്ടുന്ന തരത്തിലേക്ക് മാറ്റുവാനുള്ള സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സർക്കാർ തരത്തിലുള്ള സഹായങ്ങൾ വേണമെന്നാണ് മേള കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സർവോദയമേളയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ സഹായം ആവശ്യമാണെന്ന് ഗാന്ധിമാർഗ പ്രവർത്തകനും മുൻ MP-യുമായ C. ഹരിദാസ് പറയുന്നു. ഒരു വസ്തുവില്ല. ഇപ്പോൾ ഈ സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടി നമ്മളെ അറിയുന്നവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്, പൈസ എന്തെങ്കിലും തരണം. അവർക്ക് നമ്മളെ പറ്റി നല്ല അറിയുന്നത് കൊണ്ട് അവരെ കൊണ്ട് ചെയ്യുന്ന സഹായം അത് പോരാ, ഗവൺമെന്റ് സഹായിക്കണം. 5 ദിവസങ്ങളിലായി നടക്കുന്ന സർവോദയമേളയിൽ വിവിധ സമ്മേളനങ്ങളും ചർച്ചകളും സെമിനാറുകളും പ്രദർശനവും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 12 നടക്കുന്ന ശാന്തിയാത്രയാണ് തിരുനാവായ സർവോദയമേളയുടെ പ്രധാന ചടങ്ങ്. 12 പുലർച്ചെ തവനൂരിലെ കേളപ്പജി സ്തൂപത്തിൽ നിന്ന് ഗാന്ധിയന്മാരുടെയും ഗാന്ധിമാർഗ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഭാരതപ്പുഴയിലൂടെ ശാന്തിയാത്ര നടക്കും. തുടർന്ന് തിരുനാവായിലെ ഗാന്ധി സ്തൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടക്കും. PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.